ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഈ രാവിനപ്പുറം പാലക്കാടും ചേലക്കരയും വയനാടും കാത്തിരിക്കുന്നത് ത്രില്ലറോ ബ്ലോക്ക് ബസ്റ്ററോ. ഇടതടവില്ലാത്ത ആരവങ്ങളും നിറപ്പകിട്ടുള്ള പ്രചാരണവും ആരെ തുണയ്ക്കും? കേരളത്തിലെ നടപ്പ് രാഷ്ട്രീയ രീതികൾ മാറ്റിയെഴുതപ്പെടുന്നുവെന്ന സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കണ്ടതാണ്. ആര് ജയിച്ചാലും കുഴപ്പമില്ലെന്ന അപകടകരമായ നിഷ്പക്ഷതയിലേക്ക് പാലക്കാടിന്റെ പൊളിറ്റിക്സും മാറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഓരോ ഫലസന്ധിയിലും കേൾക്കുന്ന ചെങ്കോട്ടയാണ് ചേലക്കരയെന്ന പതിവ് പറച്ചിൽ ഇത്തവണയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഭരണവിരുദ്ധതയുണ്ടെന്ന പ്രതിപക്ഷ പ്രചാരണം KPCC ഓഫീസിൽ മടക്കി വെക്കേണ്ടി വരും. കന്നി അംഗത്തിൽ പ്രിയങ്കയെ കാത്തിരിക്കുന്നത് എന്താകും? മുറിവേറ്റ വയനാടൻ ജനത വോട്ടിൽ നൽകുന്ന മറുപടി എന്തായിരിക്കും? ചോദ്യം ഇതാണ്. അട്ടിമറികൾ സംഭവിക്കും. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, CPM പ്രതിനിധി SK സജീഷ്, BJP പ്രതിനിധി V ഉണ്ണികൃഷ്ണൻ എന്നിവരാണ്. ആദ്യം പാലക്കാടാണ് പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് PM നിയാസ്, എനിക്കറിയാം താങ്കൾക്ക് ചേലക്കരയുടെ ചുമതലയായിരുന്നു. പക്ഷേ പാലക്കാടാണല്ലോ ആ തരത്തിൽ ഉറ്റുനോക്കുന്നത്. ഒരു എല്ലാ ഘട്ടങ്ങളിലും വിവാദങ്ങൾ നിറഞ്ഞ പ്രചാരണമായിരുന്നു. അപ്പോൾ പാലക്കാട് എന്താണ് നിങ്ങളുടെ ഈ മണിക്കൂറിലെ പ്രതീക്ഷ? നമുക്ക് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 50 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് LDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അസംബ്ലി ആണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലും നമുക്ക് എല്ലാ ഘട്ടത്തിലും പാലക്കാട് അസംബ്ലി സെഗ്മെൻറ്റ് UDFനൊപ്പം നിന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലാണ് BJPക്ക് ഒരു ക്രമാതീതമായ വളർച്ച അവിടെ ഉണ്ടായത്. അതിനൊരു കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച, അവരുടെ അസംബ്ലിയിൽ മത്സരിച്ച ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ശ്രീധരൻ്റെ വരവ് കൊണ്ടാണ് അവിടെ ഒരു ക്രമാതീതമായ വരവുണ്ടായത്. അതിനുശേഷമാണ് 2024 പാർലമെൻറ്റ്, നമുക്കെല്ലാവർക്കും അറിയാം ആ പാർലമെൻറ്റിൽ അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായ വ്യത്യാസം, അതും നമ്മൾ ആലോചിക്കണമല്ലോ. ആ വ്യത്യാസം കഴിഞ്ഞ തവണ 9707 അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് നമുക്ക് 50,000-ൽ നിന്ന് 43,072 കുറയുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും, അത് അസംബ്ലി പാർലമെൻറ്റും കൂടി ചേർത്ത് ഇന്ന് പരിശോധിച്ചാലും, അവിടെ UDFും 2ാം സ്ഥാനത്ത് കാലങ്ങളായി വന്നിട്ടുള്ളത് BJPയുമാണ്. അതുകൊണ്ട് തന്നെ BJPയേക്കാൾ ഞാനിത് പറയാൻ കാരണം 2 കാര്യമാണ് സ്മൃതി. ഒന്ന്, അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പാണ്, ബൈ ഇലക്ഷനാണ്. ഐ ഡു സപ്പോർട്ട് ദാറ്റ്. പക്ഷേ ആ അസംബ്ലി സപ്പോർട്ടിൽ കഴിഞ്ഞ തവണ ഉള്ള ശ്രീധരൻ്റെ ഒരു അപ്രമാദിത്വം അവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ തവണ ഇതേ BJPയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ മത്സരിച്ചത്. അത് ശ്രീകണ്ഠനാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണ് പരമാവധി 43,072 വോട്ട്. പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ BJPക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ 3ാം തവണ വരിക എന്നതൊക്കെ പറഞ്ഞത് ഒരു വൈകാരിക പ്രശ്നമാണ്. ആ വൈകാരിക പ്രശ്നത്തിൽ BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള 2-3 മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട്. ആ നിലയ്ക്കുള്ള വോട്ടുകൾ പിടിക്കാൻ പോലും ശ്രമിച്ചിട്ട് പോലും 43,072 വോട്ടായി ചുരുങ്ങിയ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റിൽ നിന്നും ഒരടി മുന്നോട്ടല്ലാതെ കേരളത്തിൽ CPMവുമായി ഞങ്ങളുടെ ഭരണവിരുദ്ധ വികാരം, CPMനെതിരായ ഭരണവിരുദ്ധ വികാരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടാവുന്നത് 1 ഡിഗ്രിയെങ്കിലും മുന്നോട്ടല്ലാതെ പുറകോട്ട് പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാളും നല്ല ഒരു പാറ്റേണിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിച്ചു. BJPയിലും CPMയിലും തന്നെ വലിയ രീതിയിലുള്ള വികാരങ്ങൾ അവിടെ ഉണ്ടായി. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് പോളിംഗ് ശതമാനത്തിൽ കൂടി പ്രതിഫലിക്കേണ്ടതല്ലേ? സാധാരണഗതിയിൽ ഈ തരത്തിൽ പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFന് അനുകൂലമാവുക എന്നുള്ളൊരു ട്രെൻഡുണ്ട്. അത് അല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അതിശക്തമായ പ്രചാരണങ്ങൾ, ഇതുവരെ ഇല്ലാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾ, ഒരു യുദ്ധമെന്ന മട്ടിലാണ് 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചത്. എന്നിട്ട് പോളിംഗ് ശതമാനം എത്രയായിരുന്നു എന്നുള്ളത്, 5% പോളിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് എന്ത് സൂചനയാണ് നൽകുന്നത്? ശ്രീ നിയാസ്, ഞാനൊരു കാര്യം സ്മൃതിയോട് ചോദിക്കട്ടെ. പാലക്കാട്ടെ MLA ആയിരുന്നു ഷാഫി പറമ്പിൽ, നമ്മുടെ സജീഷിൻ്റെ നിയോജകമണ്ഡലത്തിൽ, എൻ്റെ ജില്ലയിലുള്ള വടകര നിയോജകമണ്ഡലത്തിൽ.
എന്തൊരു കേരളത്തിൽ ഇത്രയേറെ വിവാദങ്ങളും ഇത്രയേറെ തർക്കങ്ങളും ഇത്രയേറെ തർക്ക വിഷയങ്ങളും ഉണ്ടായി. കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളും അതുപോലെ വിഷയങ്ങളും ഉണ്ടായിട്ടും അവിടെ പോളിംഗ് കുറയുകയല്ലേ ഉണ്ടായിട്ടുള്ളത്. അവിടെ പോളിംഗ് കുറഞ്ഞിട്ടും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പകിട്ട് കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ, ഭൂരിപക്ഷം കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബൈ ഇലക്ഷനും പാർലമെൻറ്റിലെ സാധാരണ തെരഞ്ഞെടുപ്പും അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബൈ ഇലക്ഷനിൽ പലപ്പോഴും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് അത്ര വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങ് പറയുന്ന ഏറ്റവും കൂടുതൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വയനാടാണ്. വയനാട് പോലും പോളിംഗ് കുറഞ്ഞാൽ പോലും ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിച്ച് ഭൂരിപക്ഷത്തിന് വലിയ മാറ്റമുണ്ടാവില്ല എന്ന് കണക്കാക്കാൻ കാരണം എതിർ സ്ഥാനാർത്ഥികൾക്ക് രണ്ടാളുടെയും വോട്ട് വലിയ രീതിയിൽ വോട്ട് ഷെയർ കുറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്ന ഒരു പരാതി പോലും വയനാട് ഉണ്ടാവുകയില്ല. അതുതന്നെയാണ് പാലക്കാട്. പാലക്കാട് ഒരു കാര്യം കൂടി എനിക്കത് വിശദമായി പറയാനുണ്ട്. അതൊന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. BJP സംബന്ധിച്ചിടത്തോളം 2ാം സ്ഥാനത്തുള്ളത് BJP ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടേണ്ടത് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. പെരിയാരിൽ നിന്നോ കണ്ണാടിയിൽ നിന്നോ മാത്തൂരിൽ നിന്നോ അവർക്ക് എന്തായാലും ഒരു അപ്പർ ഹാൻഡ് അവരും പ്രതീക്ഷിക്കുന്നില്ല, മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ശതമാനം കുറഞ്ഞത് നമ്മൾ എന്താ പറയുക താഴത്ത് അത്രയും മൈക്രോ ലെവലിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലല്ലേ. അപ്പോൾ അതിൻ്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു 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 നഷ്ടം സംഭവിക്കാൻ കൂടുതൽ ഇടയുള്ളത് BJPക്കാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ UDFന് സാധ്യതയുള്ള പെരിയാരിയും അതുപോലെ മാത്തൂരും വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവിടെ നമുക്ക് ചെറിയ വ്യത്യാസമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ വ്യത്യാസം ഉണ്ടായെങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, എല്ലാ കാലങ്ങളിലും ഒരു ധാരണയുണ്ട്. ഈ ശതമാനം കുറഞ്ഞാൽ അത് LDFനാണ്, ശതമാനം കുറഞ്ഞാൽ അത് UDFന് നഷ്ടപ്പെടും, ശതമാനം കൂടിയ അതൊന്നും കഴിഞ്ഞ കുറേ കാലങ്ങളെ പരിശോധന എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്തുവോ, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എത്ര ശതമാനം വോട്ട് ചെയ്യാൻ വന്നില്ല, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ എത്ര കുറഞ്ഞു, അത് ഞങ്ങൾ പരിശോധിച്ചു. താഴെ തട്ട് വരെ പരിശോധിച്ചു. 180 ബൂത്തുകളിൽ നമ്മൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഞങ്ങളും BJPയും അവിടെ അതാണല്ലോ പ്രധാനം. BJPയുമായി പരിശോധിച്ചപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ വോട്ടുകൾ ചെയ്യാൻ ബാക്കിയുള്ളത് BJPയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ പറയും വോട്ട് ഷെയറിൽ ഞങ്ങൾ കൂടുതൽ വരും. അതുകൊണ്ട് കൂടിയാണ് 3000 വോട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ 3000-അധികം വോട്ടുകൾ എന്നുള്ളത് 10,000-ന് അടുത്ത് വരെ 7,000-ന് മുകളിൽ 8,000-ന് മുകളിൽ വരുമെന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസം വിചാരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, ബൂത്തുകളിൽ നിന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ശരി, ഞാൻ സജീഷിലേക്ക് പോകുന്നു. SK സജീഷ്, ഇപ്പോൾ 1ാം സ്ഥാനം ഞങ്ങൾക്കായിരിക്കും, ഞങ്ങൾ ജയിക്കുമെന്ന് 3 മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ആർക്കാണ് 3ാം സ്ഥാനം എന്നാണ് CPM കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ 3 തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് നമ്മൾ ഇൻട്രോയിൽ മനസ്സിലായി. നമ്മൾ ഇൻട്രോയിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയുന്നു. പക്ഷേ അതിൽ നമ്മൾ ആദ്യം പാലക്കാട് ചർച്ചയ്ക്കെടുക്കുന്നു. പാലക്കാട് ചർച്ചയ്ക്കെടുക്കാൻ കാരണം എന്താണ്? പാലക്കാട് നേരത്തെ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചാരണത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും മുന്നിലേക്ക് കടന്നു വന്നു. അവിടെ വിജയസാധ്യതയിലേക്ക് വരികയും വിജയം തങ്ങളുടെ പക്ഷത്താണ് എന്ന് ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമാകുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാടും മറ്റുമെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെണ്ണലിന്റെ തലേന്ന് ഈ അവസാന മണിക്കൂറിലെ ചർച്ചയിൽ മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും അങ്ങനെയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വിജയമാണ്. ആ വിജയത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ ആ വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞു. അവിടെ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമുക്കറിയാം, വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള എത്ര ആളുകളാണ് DCC ജനറൽ സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, ദളിത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ തുടങ്ങി 10-ലധികം പേരാണ്, ഏതാണ്ട് 1 ഡസൻ ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ച് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രവർത്തകരുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് തെരഞ്ഞെടുപ്പിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായിരിക്കും. ആ അസ്വസ്ഥത ചെറിയ തോതിലല്ലല്ലോ, നേതാക്കന്മാർ തന്നെയാണ് കൂട്ടത്തോടെ ഇവരുടെ ഈ ധിക്കാരപരമായ നിലപാടിനെതിരായി, അതുപോലെ തന്നെ
അവിടെ രൂപപ്പെട്ടു വന്ന BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യമെല്ലാം വോട്ടിൽ പ്രതിഫലിക്കും. അത് എല്ലാത്തിനും അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ വിജയത്തിലേക്ക് എത്തും. അതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ശരി, ഇടതുപക്ഷം വിജയിക്കും. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരാണ് സജീഷ്? മൂന്നാം സ്ഥാനത്ത് BJP മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്ന് തന്നെയാണ് നേരത്തെയും ഞങ്ങൾ പറഞ്ഞത്. കാരണം BJP മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി പി സരിൻ അല്പം മുമ്പ് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എന്നാണ്. അല്ല, ഒരുപക്ഷെ കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങളെല്ലാം ആ നിലയിൽ പ്രതിഫലിച്ചാൽ 2ഉം 3ഉം സ്ഥാനം ആർക്ക് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും BJPക്കകത്തും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇരുന്ന് ഇത്രയും സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ലൈവ് ആരംഭിക്കുന്ന 5 മണി മുതൽ ആരംഭിക്കുന്നു. 8:30 മണിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് തലേന്നുള്ള ഈ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ അതിസൂക്ഷ്മമായി പോകുന്നതിലൊക്കെ വലിയ പ്രശസ്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കണക്കുകൂട്ടലുണ്ടാവുമല്ലോ സജീഷ്, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഉണ്ടാകുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. ഈ നഗരസഭയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കുറവ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന നഗരസഭയിലാണ് 67%, പിരായിരിയിൽ 70.26%, മാത്തൂരിൽ 78%, കണ്ണാടിയിൽ 76%. അങ്ങനെയാണല്ലോ. നഗരസഭയിൽ 67% എന്ന് പറയുമ്പോൾ നേരത്തെ സരിൻ പറഞ്ഞ കണക്ക് പ്രകാരം അവിടെ BJPക്ക് സ്വാധീനമുള്ളതാണ് നഗരസഭയിൽ. അപ്പോൾ നഗരസഭയിൽ 3000 വോട്ടിന്റെ ലീഡ് BJPക്ക് കിട്ടും എന്ന് പറയുന്നു. ബാക്കി അതിന് തൊട്ട് താഴെയായി LDFനാണ് നഗരസഭയിൽ നിന്ന് വോട്ട് കിട്ടുക എന്നാണ് പറയുന്നത്. ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അല്ല, നഗരസഭയ്ക്കകത്ത് പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യം, നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെല്ലാം വളരെ ദയനീയമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങളാകെ, പാലക്കാട് മണ്ഡലത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു നഗരസഭ വളരെ ശോച്യാവസ്ഥയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അത് അനുഭവിക്കുന്നവർ സ്വാഭാവികമായും BJPക്കെതിരായ ഒരു നിലപാട് അവിടെ സ്വീകരിക്കപ്പെടും. അങ്ങനെ സ്വീകരിക്കപ്പെടുന്നത് മാത്രവുമല്ല, BJPയിൽ തുടക്കം മുതൽ നഗരസഭാ കാര്യാലയത്തിന്റെ മുമ്പിൽ വരെ ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് വരുന്നതും അത് കത്തിക്കപ്പെടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതെല്ലാം BJP നേരിട്ട് നഗരസഭയ്ക്കുള്ളിലാണ്. അവർ കാര്യമായി ഉള്ളതും നഗരസഭയിലാണ്, അവർ പ്രശ്നങ്ങൾ നേരിട്ടതും നഗരസഭയ്ക്കുള്ളിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് ഭിന്നിച്ചു പോയ പലരും, പ്രശ്നങ്ങളുണ്ടായത് പലരും നഗരസഭയുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. നഗരസഭയിൽ അത് മാത്രവുമല്ല, ഒരു നഗരമെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ അവിടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കാതെ പോയ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വന്നു. ഇവിടെ സരിനൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് അതിനെല്ലാം സമീപിച്ചത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ചോദിക്കുന്നത്. കാരണം ഈ നഗരസഭയിൽ 3000 വോട്ടിനെങ്കിൽ ലീഡ് BJPക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ LDFന് കിട്ടുന്ന കണക്കുകളും പറയുന്നു. നഗരസഭയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞ കണക്കുകളുമെല്ലാം നേരത്തെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്. അത് അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അത് ഞാനീ പറഞ്ഞ ഘടകങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്ന കാര്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ മാത്രവുമല്ല, അവിടെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ഒരു വികസന താല്പര്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. അപ്പം നമുക്കറിയാം, വട്ടിയൂർക്കാവ് ഞങ്ങൾ ഇതുപോലെ 3-ാം സ്ഥാനത്തായിരുന്നല്ലോ. കോൺഗ്രസ് ഇതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയിട്ടാണല്ലോ 3-ാം സ്ഥാനത്തുള്ള ഞങ്ങൾ പിന്നീട് അവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ കോന്നിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിജയം അങ്ങനെയാണല്ലോ. ഞങ്ങൾ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? വികസനം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് 1.5 വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഭരണപക്ഷത്ത് നിന്ന് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ടാകും. മറ്റാരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ 1.5 വർഷം കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല
എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ എല്ലാം വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിയും. ആ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിജയം മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിൽ ചേലക്കര ഞങ്ങളുടെ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ്. അടുത്ത ഘട്ടത്തിൽ വരാം. മണ്ഡലമാണ്, അത് സജീഷ് നിലനിർത്തണം. ലക്ഷ്യം അതാണ്. രണ്ടാമത്തേത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനകത്ത് നല്ല രാഷ്ട്രീയ പോരാട്ടമുണ്ടാക്കി പോരാട്ടമുണ്ടാക്കി ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. പാലക്കാട് പിടിച്ചെടുക്കാൻ കഴിയണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി. വി ഉണ്ണികൃഷ്ണൻ, BJPയെ സംബന്ധിച്ച് പാലക്കാട് ഇപ്പോൾ ഉള്ള ആത്മവിശ്വാസം എത്രത്തോളമാണ്? നേരത്തെ സ്ഥാനാർത്ഥിയും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളേറെ പ്രതീക്ഷ പുലർത്തുന്ന മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നൊരു ഘടകമുണ്ട്. അപ്പോൾ ഈ ശ്രീധരന് ലഭിച്ചതിനേക്കാൾ എത്ര വോട്ട് കൂടുതൽ സി കൃഷ്ണകുമാർ നേടും? സ്മൃതി, ഇതിൽ താങ്കൾ പറഞ്ഞ ഒരു ആ ഇൻട്രോ ഞാനൊന്ന് വിമർശനാത്മകമായി തന്നെ പരിശോധിക്കുകയാണ്. തൃശ്ശൂരിലെ വിജയത്തെ താങ്കൾ അപകടകരമായ നിഷ്പക്ഷത എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. തൃശ്ശൂരിലെ വിജയം അപകടകരമായ നിഷ്പക്ഷതയല്ല, ഗുണപരമായ നിഷ്പക്ഷമതികളുടെ വോട്ടിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ വിജയമുണ്ടായിട്ടുള്ളത് എന്ന് ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയം BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. തൃശ്ശൂരിലെ വിജയം അതിൻ്റെ ഉദാഹരണമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപി ഒരിക്കലും വിജയിക്കില്ല എന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച് MP ആയി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ആറ്റിങ്ങലിൽ BJP രണ്ടാം സ്ഥാനത്തിന് വിജയത്തിന് സമാനമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് മുന്നേറ്റം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ആകെ മാറിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യും. ചേലക്കര നമുക്ക് പിന്നീട് വരാമെന്ന് പറയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇപ്പോൾ BJP ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. നേരത്തെ BJPയുടെ വിമർശനം നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ MLA ഉണ്ടായിരുന്നു, അത് പരാജയപ്പെട്ട് തകർന്ന തരിപ്പണമായ പാർട്ടി എന്നൊക്കെയാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ BJP കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം വിജയിക്കുന്ന MP-യെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് MP-യെ വിജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ട, ഞാൻ ചേലക്കരയിലുണ്ടായിരുന്നു, ഞാൻ പാലക്കാടുണ്ടായിരുന്നു, ഞാൻ കണ്ടൊരു ചിത്രം, നിരവധി സ്ഥലങ്ങളിൽ പോയ സമയത്ത് ഡോക്ടർ E ശ്രീധരനെ പരാജയപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ആ പരാജയപ്പെടുത്തിയതിന് കാരണക്കാരൻ ഇടതുപക്ഷമാണെന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ്. അത് AK ബാലൻ പറഞ്ഞു. ഞങ്ങളുടെ മതേതര വോട്ടുകളെല്ലാം തന്നെ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഫിക്ക് പോയി. സരിനും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കരിനീക്കിയ ഒരു ചതിയുടെ ചരിത്രം ഇവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി തന്നെ പറയുന്നു, BJP ഈ തെരഞ്ഞെടുപ്പിൽ നാളെ രാവിലെ 7 മണിക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ BJPയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. താങ്കൾ സൂചിപ്പിച്ചു മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളുടെ 100% പോൾ ചെയ്യപ്പെടണം. മറ്റു വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ കണക്കാക്കി, ഞങ്ങൾക്ക് സാധ്യതയുള്ള വോട്ടുകൾ കണക്കാക്കി, ആ വോട്ടുകൾ പൂർണ്ണമായും ചെയ്യിക്കാൻ വേണ്ടി പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ, ഒരു മിനിറ്റ്. നിങ്ങൾ ഇപ്പോൾ ഈ ആന്റി ഇൻകംബൻസി സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതേ രൂപത്തിൽ തന്നെ സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ എത്രത്തോളം യോജിക്കും? അതൊരു ചോദ്യം. രണ്ടാമത്തത്, ഈ ശ്രീധരനെ തോൽപ്പിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ സി കൃഷ്ണകുമാർ നേരത്തെയും മത്സരിച്ചിട്ടുണ്ട്. സി കൃഷ്ണകുമാർ ഈ ശ്രീധരന് ശേഷം വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീധരനെ തോൽപ്പിച്ചതിലുള്ള ദുഃഖം ലോക്സഭയിൽ തോറ്റ സി കൃഷ്ണകുമാറിനോട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്നത്? ഞാൻ പറയാം തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇപ്പോൾ നമുക്കറിയാം, താങ്കൾ പറഞ്ഞു ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്താണ്. സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മലമ്പുഴ മണ്ഡലത്തിൽ അച്യുതാനന്ദനെ വിറപ്പിച്ച് 2ാം സ്ഥാനം നേടിയ വ്യക്തിയാണ്. മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയും 2ാം സ്ഥാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹം നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന വ്യക്തിയാണ്. 3 വാർഡുകളിൽ അതിശക്തമായ തരംഗങ്ങൾക്കെതിരായി പോരാടി ജയിച്ച വ്യക്തിയാണ്.
കൃഷ്ണകുമാറിന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ള സ്വാധീനം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്വാധീനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ തുരുപ്പുശീട്ടായിട്ടുള്ളത്. അതേ സാഹചര്യത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ശ്രീധരനെതിരെ ഉണ്ടായ വികാരം, ഈ ശ്രീധരനെ തോൽപ്പിച്ചതിലുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ CPM തോൽപ്പിച്ചു. CPMൻ്റെ AK ബാലൻ വളരെ കൃത്യമായി ഞങ്ങളുടെ മതേതര വോട്ടുകളെല്ലാം ഷാഫിക്ക് പോയി. അതിൻ്റെ അർത്ഥം താങ്കൾക്കറിയാമല്ലോ. അതുപോലെ സരീന് സൂചിപ്പിച്ചു. അപ്പോൾ തൃശ്ശൂർ ഈ ഒരു പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുന്നു. ശ്രീധരൻ സാറിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ഒരു MLA ഉണ്ടാവണം എന്നാഗ്രഹിക്കും. ഇത് മാത്രമല്ല സ്മൃതി, മുനമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൽപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ മുനമ്പത്തിൻ്റെ വഖഫിൻ്റെ കടന്നുകയറ്റമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കേരള നിയമസഭയിൽ ഈ വഖഫ് വിഷയം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ, ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ നിയമസഭ പാസ്സാക്കി, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് അതിനെതിരെ പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി ഒരു MLA ഉണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് എങ്ങനെയാണോ സുരേഷ് ഗോപി MP ആയി തെരഞ്ഞെടുത്ത ലോകസഭയിലേക്ക് അയച്ചത്, അതേ രീതിയിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്കും പാലക്കാട്ട് നിന്നാണല്ലോ നേരത്തെ O രാജഗോപാൽ എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ നിയമസഭയിൽ, അതേപോലെ പാലക്കാട്ട് നിന്നും പാലക്കാട്ടുകാരനായ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന ജനകീയനായ മലമ്പുഴയിൽ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ 3 തവണ മത്സരിച്ച് പാലക്കാട് പല വാർഡുകളിൽ നിന്നും വിജയിച്ച നഗരസഭ വൈസ് ചെയർമാനായി തിളങ്ങി നിൽക്കുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാട്ടുകാരനായിട്ടുള്ള C കൃഷ്ണകുമാർ സഭയിലെത്തണം ആഗ്രഹിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നഗരസഭയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് പാലക്കാട് നഗരസഭയിൽ കൃത്യമായിട്ടുള്ള ഈ ശ്രീധരൻ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കൃഷ്ണകുമാർ ലഭിക്കും. പിരായിരി അടക്കമുള്ള, കണ്ണാടി അടക്കമുള്ള, മാത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തി ഞങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ വിജയം തന്നെ പാലക്കാട് നേടും എന്ന് ആത്മവിശ്വാസമുണ്ട്. ഞാൻ തൃശ്ശൂരിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. ആ സമയത്ത് തൃശ്ശൂരിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്, 25,000 വോട്ടിന് മിനിമം ഞങ്ങൾ ജയിക്കും, തരംഗമുണ്ടായാൽ 50,000 കടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി തന്നെ പറയുന്നു, പാലക്കാട് ആധികാരികമായി വിജയം 3ാം സ്ഥാനത്ത് നിന്നും തൃശ്ശൂരിൽ ജയിക്കാമെങ്കിൽ 2ാം സ്ഥാനത്തുള്ള പാലക്കാട് ഞങ്ങൾ പിടിച്ചിരിക്കും. നാളെ രാവിലെ നമുക്ക് കാണാം. എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, പ്രത്യയശാസ്ത്ര ബാധ്യതകളില്ലാതെയാണോ പാലക്കാട് ഈ തവണ മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന ചോദ്യമാണ് എനിക്ക് അടുത്ത ഘട്ടത്തിൽ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് PM നിയാസ്, ഞാൻ പാലക്കാടേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യരെ നിങ്ങൾ സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കുമ്പോൾ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അത്രത്തോളം ലൂസായിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. എവിടേക്ക് വേണം പോകാവുന്ന രീതിയിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെതായ ഒരു കെട്ടുപാടുകളും ബുദ്ധിമുട്ടുകളും ഇല്ല ഇനി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണോ മനസ്സിലാക്കേണ്ടത്? പാലക്കാട് അതാണോ നൽകുന്ന ഒരു സൂചന? നമുക്ക് പാലക്കാട് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവുമാണോ LDFിൻ്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ആലോചിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ആരാണ്? ഇന്നലെ വരെ മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ ഒരു നേതാവും ഒരു പ്രവർത്തകനും ഉപയോഗിക്കാത്ത വാക്കുകളും മോശമായ രീതിയിലും മുഖ്യമന്ത്രിയെ നേരിട്ട് പേരെടുത്ത് വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിത്വത്തിനെ ഒരു സുപ്രഭാതത്തിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനും LDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. സന്ദീപ് വാര്യർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സന്ദീപ് വാര്യർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതുമുണ്ടല്ലോ തെളിവായി അറിയാലോ. സരീൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. രാഷ്ട്രീയപരമായി അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു, LDFിലേക്ക് പോകുന്നു, അവർ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും ഞങ്ങൾ പിന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ പാർട്ടി മാറി വരുന്നത് ആദ്യമായ സംഭവമാണോ? ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്ന KP അനിൽകുമാർ താങ്കളുടെ മാധ്യമങ്ങളടക്കം എന്തെല്ലാമായിരുന്നു പറഞ്ഞു വെച്ചത്? അവർ ഇപ്പോൾ CPMൻ്റെ പാർട്ടിയിൽ ചേർന്നു. അവർ CPM ഇപ്പോൾ ഒരു വലിയൊരു കോർപ്പറേഷൻ്റെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നു. രതികുമാറിനെയും പ്രശാന്തിനെയും ഒക്കെ അവർ കൊണ്ടു നടക്കുന്നു. അവരൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണോ പറയുന്നത്? അതാണോ രാഷ്ട്രീയം? ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞത്, ഞാൻ ഇന്നലെ വരെ പറഞ്ഞ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് സ്നേഹത്തിൻ്റെ വശത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ഞാൻ നിൽക്കുന്നു. ഇന്ന് എൻ്റെ നിലപാട് മതനിരപേക്ഷ നിലപാടാണ്. തുടക്കം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വേദിയിലിരിക്കാൻ കസേര കിട്ടാത്തതിൽ തുടങ്ങിയ പ്രശ്നമാണ്. പിന്നീട് ആണ് ഈ പ്രത്യയശാസ്ത്രമൊക്കെ മാറുന്നു, ഞാൻ ഇതാ കയ്യിലെ ചരടുകൾ അഴിക്കുന്നു എന്ന നിലപാടിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി ഗുണം കിട്ടുന്ന ഒരു ചേരിയിലേക്ക് വരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി
പൂർണ്ണമായി ഒരാൾ വിശ്വസിച്ചിരുന്ന, അയാൾക്ക് ഇത്ര കാലമുണ്ടായിരുന്ന ഒരു ഐഡിയോളജിയിൽ നിന്ന് അയാൾ പൂർണ്ണമായി മാറും എന്നൊക്കെ ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളെ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് അണികൾക്ക് അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. BJP ഇപ്പോൾ തൊട്ടുകൂടായ്മയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ പോകുന്നതാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതിൽ നിങ്ങൾക്കൊരു നേട്ടമായി തിരിച്ചിങ്ങോട്ടെടുത്തത് എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആയിരുന്നില്ല രീതി. ഇപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിരിക്കുന്നു. അങ്ങനെയൊരു സന്ദേശം പാലക്കാട് നിങ്ങൾ മാത്രമല്ല അപ്പുറത്ത് CPM ആ രൂപത്തിൽ നൽകുന്നുണ്ട്. CPM-നോടുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോളാം. നോക്കൂ സ്മൃതി, അങ്ങനെ പറയാൻ സാധിക്കുമോ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ ഒരു കസേര കിട്ടാത്തത് കൊണ്ട് ഒരാൾ പാർട്ടി മാറിയപ്പം അത് വലിയ വിഷയമായി. ഒരു പാർട്ടിയിൽ മത്സരിക്കാനുള്ള സീറ്റ് കിട്ടാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹം മറുഭാഗത്തേക്ക് ചാടിയത്. അപ്പോൾ ഒന്നിനെ കൊണ്ട് എതിരിടാനോ ഒന്നിനെ കൊണ്ട് പ്രതിരോധിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യസന്ധമായി പറയണം. തെരഞ്ഞെടുപ്പ് അങ്ങ് പറഞ്ഞ ഒരു ചോദ്യം കറക്റ്റാണ്. പ്രത്യയശാസ്ത്രപരമായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന രീതിയാണ് LDF-നും CPM-നും ഉള്ളത്. അവർ കഴിഞ്ഞ വടകരയിലും പ്രത്യയശാസ്ത്രമല്ലല്ലോ വെച്ചത്. വർഗീയതയുടെ മൂടുപടം പിടിച്ച് അതിൻ്റെ വള്ളി നിക്കറിൽ പിടിച്ച് നടക്കുകയല്ലായിരുന്നു. അത് അവസാനം അവർക്ക് തന്നെ എതിരായി വന്നില്ലേ? അത് തന്നെ പാലക്കാട് സംഭവിക്കും. അവിടെ നിങ്ങൾ കാഫർ പ്രയോഗം ഉപയോഗിച്ച് അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ തലയിൽ കെട്ടിവെച്ച് UDF അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ഇത്തവണ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്ട്രെയിറ്റായി സന്ദീപ് വാര്യർ മുൻപ് മുസ്ലിം വിരുദ്ധം പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹം നിഷേധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പത്രപരസ്യം നടത്തി. അതും സാങ്കേതികമായി നിലനിൽക്കാത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു രീതിയിലൂടെ പത്രപരസ്യം നടത്തി. അതും ഒരു 2 പത്രങ്ങളിൽ മാത്രം തെരഞ്ഞു പിടിച്ച് മുന്നോട്ട് പോകുന്ന രീതി, അത് പ്രത്യയശാസ്ത്രപരമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളിവിടെ പറയുന്നത് ഞങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ്. ആ നിയമസഭയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾ, ഏറ്റവും ഒടുവിൽ വന്ന കണ്ണൂർ ADM നവീൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണത്തിൽ നിങ്ങൾ കാണിച്ച നിലപാട്, വാളയാറിലെ പെൺകുട്ടികളോട് നിങ്ങൾ കാണിച്ച നിലപാട്, അതിലെ ക്രൂരത ഉണ്ടാക്കിയ ആളുകൾക്കൊപ്പം നിങ്ങൾ നിന്ന, ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം നിന്ന നിലപാട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും അഴിമതി, പാർട്ടി ജനദ്രോഹതരമായ നിലപാടുകൾ, പെൻഷൻ കൊടുക്കാത്തത്, അതുപോലെ ജനങ്ങളുടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതാണ് ഞങ്ങൾ നിലപാടെടുത്തത്. ആ നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് അതൊന്നുമല്ല, ഇത് മറ്റു ചില വിഷയങ്ങളാണെന്ന് തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ നിലപാടുകൾ അത് വർഗീയമായി ചെരിതിരിവുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നില്ല. അവർക്കറിയാം അവർ ജയിക്കില്ല എന്ന്. പക്ഷെ അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് തൃശ്ശൂരിൽ അവർ നടപ്പിലാക്കി വിജയിച്ച മുഖ്യമന്ത്രിയും RSS-ഉം നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പരിപാലനമായി അവിടെ ഒരു MP-യെ RSS-കാരനായ ഒരു BJP MP-യെ ജയിപ്പിക്കാൻ അവരെടുത്ത അതേ നിലപാട് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ ഇല്ലാതാക്കുക. അതിൻ്റെ ഫലം എന്തുണ്ടാകും? BJP-ക്ക് 2ാം സ്ഥാനത്തുള്ള BJP-ക്ക് എളുപ്പം ജയിച്ചു കയറാനായി. BJP എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് പരസ്യമായി പറയാനുള്ള അവരുടെ CJP മുന്നണിയായി, അവരുടെ B ടീമായി CPM പ്രചരണം നടത്തിയെന്നത് വലിയൊരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. ജയിക്കാൻ വേണ്ടിയല്ല, തോൽപ്പിക്കാൻ വേണ്ടിയാണ്, BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രവർത്തനമെന്ന് നമ്മൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് CJP-യായി പരസ്യമായി ബാന്ധവമുണ്ടാക്കിയ 2ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് തൃശ്ശൂർ, 2ാമത് പാലക്കാട്. കേരളത്തിൽ നിന്നും ഒരാളെ പാർലമെൻറ്റിലേക്കും ഒരാളെ അസംബ്ലിയിലേക്കും കൊടുക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമാണ്. അങ്ങനെയോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ചേലക്കരയുടെ കാര്യം എൻ്റെ സുഹൃത്ത് സജീഷ് പറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചേലക്കരയിലേക്ക് വരാം. നമുക്ക് ഈ റൗണ്ട് കഴിഞ്ഞ ശേഷം വരാം. നമുക്കിത് കഴിഞ്ഞിട്ട് വരാം. സജീഷ്, ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ SDPI-യുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയും BJP-ക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. ഏറ്റവും ഒടുവിലാണ് ആ പത്രപരസ്യം കൂടി വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പതിവ് വിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതികളിലേക്ക് നിങ്ങൾ വടകര മുതൽ അങ്ങ് പോവുകയാണ്. നോക്കൂ, ഇന്ന് കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇന്ന് കോടതി അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ്. എവിടെ റിപ്പോർട്ട്? ഇതുവരെ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ കളിച്ചിരിക്കുന്ന രാഷ്ട്രീയം വടകരയിൽ. ഇപ്പോൾ ഇതാ പാലക്കാട്. ഒരു കാര്യം, ശ്രീ VM നിയാസ് അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ഒന്ന്, അദ്ദേഹം BJP-യെ ജയിപ്പിക്കാൻ, മോദിയെ സഹായിക്കാൻ
എന്നൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നേമത്ത് BJP ജയിച്ചത് എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കൊണ്ടാണോ? കോൺഗ്രസിന്റെ വോട്ടാകെ BJP കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് BJP ജയിച്ചത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ ആ അക്കൗണ്ട് പൂട്ടിക്കും, ഞങ്ങളത് പൂട്ടിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെയാ ജയിച്ചത്? നിങ്ങൾ എന്തെങ്കിലും മറ്റു ചെപ്പടി വിദ്യ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. 86,000-ലധികം വോട്ട് കോൺഗ്രസിൻ്റെത് കുറഞ്ഞു, അപ്പുറം BJPക്ക് അത് കിട്ടി, BJP അവിടെ ജയിച്ചു. അതല്ലേ ഉണ്ടായത്? വോട്ട് നിങ്ങളുടെതല്ലേ പോയത്? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് നേമത്തും തൃശ്ശൂരും ജയിപ്പിച്ചത്. ആ നേമം പൂട്ടിച്ച പോലെ തന്നെ തൃശ്ശൂരും ഞങ്ങൾ പൂട്ടിക്കും. നിങ്ങളുടെ ഈ നെറുകേട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ അണിനിരത്തി ആ അക്കൗണ്ട് ഞങ്ങൾ മതനിരപേക്ഷ കേരളത്തിൽ പൂട്ടിക്കും. പിന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് എങ്കിൽ നരേന്ദ്രമോദിക്ക് MP ആണല്ലോ കേരളത്തിൽ. ശ്രീ നിയാസ്, താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനും ഈ ചോദ്യത്തിന് കുറെ ദിവസമായിട്ട് മറുപടി പറയുന്നില്ല. താങ്കളെങ്കിലും പറയാമെങ്കിൽ പറയൂ. ഇവിടെ MPയെ അല്ലല്ലോ നിങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ കൊടുത്തത് നരേന്ദ്രമോദിക്ക്, മന്ത്രിയെ കൊടുത്തത്. രാജസ്ഥാനിൽ കാലാവധി തീരാത്ത രാജ്യസഭാ സീറ്റ് MP സ്ഥാനം ഒഴിച്ചിട്ട് കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല, രാജസ്ഥാനിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു, ആ രാജ്യസഭാ സീറ്റ് ആർക്ക് ലഭിക്കും? BJPക്ക് ലഭിക്കും. എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ KC വേണുഗോപാൽ ഒഴിച്ചിട്ട് കൊടുത്ത സീറ്റിൽ അവിടെ BJP ഏകപക്ഷീയമായി ജയിച്ചു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയെ മോദിയുടെ മുന്നിൽ സാഷ്ടാംഗം വെച്ചു കൊടുത്തിട്ട് ഈ കേരളത്തിലെ KC വേണുഗോപാലും കോൺഗ്രസ്സുകാരും പറയുകയാണ് ബാക്കിയെല്ലാവരും BJPയുമായി അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന്. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും എന്നതുകൂടി നിങ്ങൾ കരുതുക. പിന്നെ കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുമ്പോൾ കാലിക്കറ്റിൽ, കുസാറ്റിൽ ആരെയാ വെച്ചത്? ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ BJP പ്രതിനിധിയാണോ? അല്ലല്ലോ. കോൺഗ്രസിന്റെ സെനറ്റിലേക്ക് മത്സരിച്ച ആളുകളെയും അതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടനാ ഭാരവാഹികളെയൊക്കെ എങ്ങനെ VC ആക്കി? എന്താ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ തോന്നാൻ? സെനറ്റിലേക്കുള്ള നോമിനേഷൻ എങ്ങനെ വരുന്നു? ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞാൽ തീരാത്ത വർത്തമാനകാലത്തെ കോൺഗ്രസ് BJP ബാന്ധവം പറയാനുണ്ട്. നേരിട്ട് പ്രത്യക്ഷത്തിൽ ആരോപണമല്ല, വസ്തുതാപരമായി പറയാനുണ്ട്. നിങ്ങളിങ്ങനെ അവിടെയും കൊള്ളാതെ പലതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എയറിലേക്ക് വിട്ട് കുറെ പിന്തുണ ലഭിക്കുമെന്ന് കരുതി പറഞ്ഞു പോവുകയല്ലേ. ഈ ഓരോന്നും എണ്ണി ഇങ്ങനെ പറയാനുണ്ട്. വസ്തുതാപരമായി നിങ്ങൾ സ്വീകരിച്ച പ്രത്യുപകാരങ്ങളും പരസ്പരം നൽകിയ ഉപകാരങ്ങളും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ജനാധിപത്യ സ്വഭാവമുള്ള എല്ലാവരെയും കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്നൊന്നുമല്ല. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാരായ നിരവധി പേരുണ്ടായിരുന്നു. VR കൃഷ്ണയ്യർ ഉൾപ്പെടെ, അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി ഉൾപ്പെടെ, ഡോക്ടർ AR മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവരെല്ലാം ഡോക്ടർ AR മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് ആയിരുന്നില്ലേ? എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരം നിങ്ങളും എല്ലാവരും പറയുക പഴയ വിമോചന സമരമാണല്ലോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി നടത്തിയ സമരം, അമേരിക്കൻ CIAയുടെ ഉൾപ്പെടെ പണം അതിന് കിട്ടിയെന്ന് പിന്നീട് വെളിപ്പെടുത്തലുണ്ടായല്ലോ. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ വില്ലിംഗ്ടൺ 1957 ഗവൺമെന്റിനെ 59 പിരിച്ചുവിടാൻ വേണ്ടിയുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ B വില്ലിംഗ്ടൺ 67 വീണ്ടും 10 വർഷത്തിന് ശേഷം EMS ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിലെ ആരോഗ്യമന്ത്രിയാണ്. അപ്പോ ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചോ എന്നുള്ളതല്ല, വർത്തമാനം പറഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. അത്തരമുള്ള ആളുകളെ ജനാധിപത്യത്തിന്റെ പാതയിലാണ് നിൽക്കുന്നതെങ്കിൽ, വർഗീയതയുടെ പാതയിൽ അല്ല നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കൊണ്ടുവരും. ഇവിടെ സഖാവാകുമെന്ന് പറയുക, പിന്നീട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പത്രപരസ്യം നൽകുക, ഇതൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഇതൊക്കെ എങ്ങനെയാണ് ജനം വിലയിരുത്തിയിട്ടുണ്ടാവുക? അല്ല, ഞാനതിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിലാണ് സ്മൃതി ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ പല കാര്യങ്ങളും ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പറയാം. ഒന്ന്, സരിൻ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞതായി ഞങ്ങളാരും കണ്ടിട്ടില്ല, കേരളമേ കണ്ടിട്ടില്ല. സരിൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടവും കൂടെയുള്ള ഒരു ടീം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ന്യായമുണ്ട്. ആ നിലപാട് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണല്ലോ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഷാനിബ് ഉൾപ്പെടെയുള്ള സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച ഒരു നിര നേതാക്കന്മാർ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആൾ,
അവരും പറഞ്ഞത് തങ്ങളെ കൊണ്ട് നിർബന്ധിച്ചു BJP-യോടൊപ്പം കൂടാൻ എന്നല്ലേ പറഞ്ഞത്. ദളിത് കോൺഗ്രസിന്റെ നേതാവ് അതല്ലേ പറഞ്ഞത്. ഇങ്ങനെ എല്ലാവരും 12 പേരും പറഞ്ഞ കാര്യം ഞാൻ പറയുന്നില്ല. എല്ലാവരും പറഞ്ഞത് ഈ കാര്യമായിരുന്നു. അത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് എന്നതുകൊണ്ടാണ് സരിൻ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്, അത് തെളിയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയായത്. ശരി, താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. സരിൻ എത്തിയത് കൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു അജണ്ടയൊക്കെ നിശ്ചയിക്കാനും പാലക്കാട് CPM-ന്റെ മത്സരം അത്ര വീറുറ്റതാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദീപ് വാര്യർ വിഷയത്തിൽ നിങ്ങൾ ആദ്യം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്ന് പറഞ്ഞത് AK ബാലനാണ്. അതാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. സരിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഞാനിതാ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. സന്ദീപ് വാര്യർ എന്ന വാചകം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് സ്മൃതിയുടെ ചോദ്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിൽ പ്രശ്നമില്ല. ഞാനതാ പറയുന്നത്. സന്ദീപ് വാര്യർ അന്നും ഇന്നും എന്നും ആ വർഗീയതയുടെ കളത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥലം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥലം RSSന് വിട്ടുകൊടുക്കും, ശാഖ ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കുമെന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായില്ല. അമ്മയുടെ ആഗ്രഹമാണ് എന്നാണ് പറഞ്ഞത്. പത്രക്കാർ ചോദിച്ചപ്പോഴാണ് മറുപടിയായിട്ടാണ് പറഞ്ഞത്. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ സ്മൃതി വല്ലാതെ പ്രയാസപ്പെടല്ലേ. എനിക്ക് പ്രയാസമൊന്നുമില്ല. പറയട്ടെ, എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ വേണം. പിന്നെന്താണ്? ക്രിസ്റ്റൽ ക്ലിയറിനൂടി ക്ലിയർ ആൻസർ വേണം. ക്രിസ്റ്റൽ ക്ലിയറിനൊക്കെ സ്മൃതിക്ക് നല്ല മറുപടി കിട്ടിയിട്ടുണ്ട്. എന്ത് മറുപടി കിട്ടിയത്? ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ളതിനൊക്കെ സ്മൃതിക്ക് നല്ല മറുപടിയും കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുതരാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. വെറുതെ നമ്മൾ തർക്കിക്കണ്ട. എന്തിനാണ് നമ്മൾ ഞാനൊരു തർക്കത്തിനും തയ്യാറായില്ല. സജീഷ് പറഞ്ഞോളൂ. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ക്ലിയർ ആൻസർ കിട്ടിയിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. ഓക്കെ, ശരി. അത് നിങ്ങളുടെ സ്റ്റുഡിയോ തന്നെ കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ എഡിറ്റോറിയൽ ചർച്ചയൊക്കെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി തന്നെയാണല്ലോ സംരക്ഷണം ചെയ്യുന്നത്. നമ്മൾ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അതെ, ഒരു കാര്യം, സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി RSSന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരുമ്പോൾ ഒരു കേഡർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ആ രാഷ്ട്രീയത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞു വന്നാൽ ഒരു കേഡറായി അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ മാറിയവരുണ്ട്. സുധീഷ് മിന്നി അങ്ങനെ വന്നതാണ്. സുധീഷ് മിന്നി വന്നു എന്ന് മാത്രമല്ല, നരകസാകേതത്തിന്റെ ഉള്ളറകൾ എന്ന പുസ്തകം എഴുതി. സന്ദീപ് വാര്യർ അങ്ങനെ എഴുതുമോ? അതുപോലെ തന്നെ OK വാസു മാസ്റ്റർ വന്നു. RSSന്റെയും RSS ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകളുടെ ചരിത്രം ഇപ്പോഴും നേരെ നിന്ന് വിശദീകരിക്കാനും RSSനെതിരായി ഏറ്റവും ശക്തനായ ക്യാമ്പയിനറായി മാറാനും അദ്ദേഹത്തിന് കഴിയുന്നു. നാട് മുഴുവൻ ആ രാഷ്ട്രീയം പറയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ സന്ദീപ് വാര്യർ പിറ്റേ ദിവസം പറയുന്നു, എൻ്റെ അമ്മയുടെ സ്വത്ത് ഞാൻ RSSന് കൊടുക്കുമെന്ന്. ഒന്നും തിരുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം തിരുത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് തിരുത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്നത്. ശരി, സന്ദീപ് വാര്യർ അത് പറയുന്നതിന് മുൻപ് AK ബാലൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾക്ക് അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. തിരിച്ചെത്താം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. അതല്ലേ താങ്കളോട് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇല്ല, RSSന്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് താങ്കൾ കേൾക്കുന്നില്ലേ? കേൾക്കാൻ സമ്മതമില്ലാഞ്ഞിട്ടാണോ? ഞാൻ തള്ളിപ്പറഞ്ഞു തന്നെയാണല്ലോ പോയത്. അതല്ലേ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടത്. നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് നോക്കൂ. കറക്റ്റ് ടൈം ലൈൻ ഒന്ന് നോക്കൂ. താങ്കൾ ഒരു കാര്യം ചെയ്താൽ മതി സ്മൃതി. ആകെ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് പൂർണ്ണമായും ഒന്ന് കേട്ടിട്ട് താങ്കൾ ഇടപെടാൻ വേണ്ടി തുടങ്ങി. ശരി സജീഷ്, ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്, ബ്രേക്ക് പോകാനുള്ളതുകൊണ്ടാണ്. ശരി, താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായി. എനിക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമായി. പറയട്ടെ. അല്ല, ബ്രേക്ക് കഴിഞ്ഞ ഇടവേള മസ്റ്റ് ആയതുകൊണ്ടാണ്. പോയി വരാം. അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ വാചകത്തിൽ എനിക്ക് പറഞ്ഞ അങ്ങനെ കൺഫ്യൂഷൻ ആക്കിയൊന്നും ചർച്ച പോകേണ്ട കാര്യമില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, RSSനെ തള്ളിപ്പറഞ്ഞ് അതുവരെയുള്ള ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് വരികയാണെങ്കിൽ സന്ദീപ് വാര്യർ ഒരു കേഡറായിരിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടല്ല, ഒരു വാചകം പറഞ്ഞിട്ടല്ല. ആകെ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ വരുന്നു, അവിടുന്ന് മറ്റേ ലഡു വാങ്ങി തിന്നു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവില്ല. താൻ ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടിനെ ശക്തമായ ഭാഷയിൽ സരിൻ പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി തയ്യാറാകണം. ഷാനു പറഞ്ഞ പോലെ പറയാൻ വേണ്ടി തയ്യാറാകണം. എന്തിനേറെ പറയുന്നു, ചേലക്കരയിൽ
KPCC സെക്രട്ടറിയായി അപ്പുറത്ത് റിബലായി മത്സരിച്ചയാൾ തള്ളി പറഞ്ഞ പോലെ തള്ളി പറയാൻ തയ്യാറാകണം. അങ്ങനെ കോൺഗ്രസിനെ തള്ളി പറയുന്നത് പോലെ RSSനെ തള്ളി പറയാൻ ആർക്ക് പറ്റില്ല. അളവുകോൽ എന്താണ് എന്നുള്ളത്, അതായത് OK വാസുവിന്റെ തള്ളൽ വേറെയായിരുന്നു, സുധീഷ് ബിന്നിയുടെ തള്ളൽ വേറെയായിരുന്നു, ഇപ്പുറത്ത് സന്ദീപ് വാര്യരുടെ കുറച്ചുകൂടി ബലം കുറവായിരുന്നു. അതാണ് ആ ബലം നിങ്ങൾ നിശ്ചയിക്കുക. ശ്രീ വി ഉണ്ണികൃഷ്ണൻ BJPയെ സംബന്ധിച്ച് വിജയപ്രതീക്ഷ എന്നുള്ള കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും ഒരു എതിർവികാരമില്ല എന്നുള്ളതാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ എത്ര ഭൂരിപക്ഷം എന്ന് പറയൂ? നമുക്കത് കഴിഞ്ഞ് ചേലക്കരയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. സ്മൃതി, സജീഷ് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. തൃശ്ശൂരിലെ BJPയുടെ വിജയം, NDAയുടെ വിജയം കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിൽ ഒത്തുകളിച്ചാണെന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളാണ് അദ്ദേഹത്തെ 3.25 ലക്ഷം വോട്ടിന് ജയിപ്പിച്ചത്. ആ ജനങ്ങളുടെ മുഖത്ത് നോക്കി ദയവ് ചെയ്ത് കൊഞ്ഞനം കുത്തരുത് എന്നാണ് എനിക്ക് സജീഷിനോട് അതുപോലെ തന്നെ നിയാസിനോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്. ഇനി അക്കൗണ്ട് പൂട്ടിക്കെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കാൻ തൃശ്ശൂരിലേക്കൊന്ന് വന്നാൽ മതി, ജനങ്ങളെ കണ്ടാൻ വഴി നിങ്ങൾ ഓടിക്കും. നിങ്ങളെ സംബന്ധിച്ചോളം ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാടും തെരഞ്ഞെടുപ്പ് CPMന്റെ വാട്ടർലുവായി മാറാൻ പോവുകയാണ്. CPM കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് പരാക്രമങ്ങളും അതേപോലെ തന്നെ വ്യക്തികളെ തേജോവധം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന വലിയ തിരിച്ചടിയായിരിക്കും പാലക്കാട്ടെ വിജയം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തോടുകൂടി വളരെ കൃത്യമായ ആസൂത്രണങ്ങളോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. ജനകീയനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ആ ജനകീയനായ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം വളരെ വലിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നഗരസഭയിൽ മാത്രമല്ല സ്മൃതി, ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ ഞങ്ങൾ വളരെ വലിയ മുന്നേറ്റം നടന്നു. കണ്ണാടിയിലും മാത്തൂരിലൊക്കെ വളരെ വലിയ മുന്നേറ്റം നടത്തി. ഞങ്ങളെ സംബന്ധിച്ചോളം ആധികാരികമായ ഒരു വിജയം ഞങ്ങൾ നേടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു 2000-നും 5000-നും ഇടയിലുള്ള വോട്ടിന് ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. ഒരു തരംഗം ഉണ്ടായാൽ, തൃശ്ശൂരിലെ പോലെ ഒരു തരംഗം ഉണ്ടായാൽ അത് 5000-ന് അപ്പുറം കടന്ന് 10,000 വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. വളരെ വലിയ ഒരു അടിയൊഴുക്ക് ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. CPMനെതിരെ കോൺഗ്രസിനെതിരെ ഷാഫി വരുത്തിവെച്ച അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പാണിത്. എന്തിനാണ് ഷാഫിയെ ജനങ്ങൾ ജയിപ്പിച്ച ഷാഫി എന്തിനു വേണ്ടി വടകരയ്ക്ക് വണ്ടി കയറി? ഞങ്ങൾ ജയിപ്പിച്ച ഷാഫിയല്ലേ എന്ന് ചിന്തിക്കാൻ ജനങ്ങൾ ഈ പാലക്കാടുണ്ട്. അത്തരം ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 3 പഞ്ചായത്തിലും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആധികാരിക വിജയം നേടും. 7 മണിക്ക് TVയുടെ മുന്നിൽ നിങ്ങൾ ഇരുന്നാൽ മതി. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആധികാരികമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത്തവണ നിങ്ങൾ പൂട്ടിച്ച അക്കൗണ്ട് പാലക്കാട് വഴി കൃഷ്ണമോഹറിൽ തുറക്കുകയും ചെയ്യും. പ്രതിപക്ഷം എന്ന 2 കൂട്ടർ ഒരുമിച്ചാണല്ലോ. ഇപ്പോൾ വാളയാറ് കടന്നു കഴിഞ്ഞാലും കന്യാകുമാരി കടന്നാൽ രണ്ടും ഒന്നാണല്ലോ. അതിന് ബദലായി കേരളത്തിന്റെ നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു അക്കൗണ്ട് മാത്രമല്ല, ചേലക്കരയിലും അക്കൗണ്ട് തുറന്ന് നിങ്ങൾ അത്ഭുതപ്പെടണം. അത് അടുത്ത ചർച്ചയിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സമയം തരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിലേക്ക്. ശ്രീ PM നിയാസ്, ഇപ്പോൾ ചേലക്കരയാണ് ഭരണത്തിന്റെ വിധി എഴുതാൻ പോകുന്നത്. അവിടെ LDF വിജയിക്കുകയാണെങ്കിൽ, കാലങ്ങളായി ആ മണ്ഡലത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന LDF വിജയം ആവർത്തിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് UDF തുറന്ന് സമ്മതിക്കുമോ? നോക്കൂ, തീർച്ചയായും ഞാനത് സജീഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങ് ചോദിച്ച് പറഞ്ഞു നന്നായി. കേരളത്തിലെ ഈ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരമാണോ പ്രതിഫലിക്കുക എന്ന് ഇപ്പോഴെങ്കിലും സജീഷിനെ പോലെയുള്ള CPM പാനലിസ്റ്റുകൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് ഭരണത്തിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ ചേലക്കരയെ സംബന്ധിച്ചാണ് അങ്ങ് ചോദിച്ചത്. എനിക്ക് അവിടെ പാർട്ടി ചുമതലയായിട്ട് 3.5 മാസത്തോളം ഞങ്ങളും സജീന്ദ്രനും VP സജീന്ദ്രനും അവിടെ ചുമതലയെടുത്ത് പ്രവർത്തിച്ചതാണ്. ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടതാണ്. അവിടെ 96 മുതൽ LDFൻ്റെ മാത്രം ജയിച്ചു വന്ന ഏറ്റവും ഒടുവിൽ 39,400 വോട്ടിന് ജയിച്ച രാധാകൃഷ്ണനാണ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവിടെ 9 പഞ്ചായത്താണ്. 9 പഞ്ചായത്തിൽ 6 പഞ്ചായത്തിലും CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പഞ്ചായത്തിൽ മാത്രം, മധൂർ പഞ്ചായത്തിൽ ടൈ ആയിട്ട് ആണ് നമ്മൾ തിരുവല്ലാമലയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു കാരണവശാലും UDFന് അപ്പർ ഹാൻഡ് ഇല്ലാത്ത ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ 28 വർഷമായി CPMും രാധാകൃഷ്ണനും ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതുപോലെ പ്രദീപ് ഒരു ടൈമിൽ പ്രദീപും ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വികസനം എന്തെന്ന് അറിയുന്നില്ല. അവിടുത്തെ 66 റോഡുകളും അങ്ങ് സ്മൃതി അടക്കം അവിടെ വന്നതാണല്ലോ, അങ്ങയുടെ ടീം അവിടെ ഉണ്ടായിരുന്നു. അവിടെ 66 റോഡുകളും പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു വ്യവസായശാലകൾ പോലും ഉണ്ടായിട്ടില്ല. ആ വ്യവസായശാലകൾ ആകെയുള്ള റൈസ് പാർക്ക് അത് പൊടി പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്.
അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രസവ ശസ്ത്രക്രിയ ചികിത്സ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ അവിടുത്തെ ആ കോളേജുകളിൽ അവിടെ ഒരൊറ്റ കോളേജാണ് ഉമ്മൻചാണ്ടി സാർക്കുള്ളപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരു കോളേജ് ഉണ്ടായത്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതിലെ സയൻസ് സബ്ജക്റ്റ് ഈ ദിവസമായിട്ട് പോലും 18 വർഷം കഴിഞ്ഞിട്ട് പോലും അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ KSRTC സ്റ്റേഷനിൽ അങ്ങനെ നിരവധികളായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. സർക്കാർ വിരുദ്ധമായ നിലപാടുകൾ അവിടുത്തെ SC കോളനികളാണ്, 480 SC കോളനികളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിനുള്ള പണം പോലും കൊടുക്കാത്ത അവസ്ഥ. ആ സ്ഥലങ്ങളിലാണ് നമ്മൾ അതിന് സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ സജീഷിനോട് ചോദിക്കുന്നത്, സജീഷെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മറ്റൊരു കാര്യം അവിടെ ഇല്ലല്ലോ, രാഷ്ട്രീയമായിട്ട് തന്നെ ഞങ്ങൾ നേരിട്ടത്. ആ രാഷ്ട്രീയ കാര്യത്തിൽ അങ്ങ് 39,400 നിന്നും താഴോട്ട് വന്ന് ഞങ്ങൾ ജയിച്ചാൽ അങ്ങ് ഈ തെരഞ്ഞെടുപ്പിലെ BJPയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെക്കുറിച്ചോ അല്ല, ഇവിടെ പിണറായി വിജയനെതിരായി ജനങ്ങൾ ഇപ്പോഴും സ്ഥായിയായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പോലും ഭൂരിപക്ഷം അവിടെ തിരിച്ചു വന്നാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? ആ അംഗീകരിക്കാൻ തയ്യാറാകുവാൻ LDF തയ്യാറാകണോ? ഇതാണ് എൻ്റെ ആദ്യത്തെ. സജീഷ് അതിന് മറുപടി, ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിക്കുമെന്നുള്ള ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നു. അത് സമ്മതിക്കുമോ? പരാജയം സംഭവിച്ചാൽ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് സമ്മതിച്ചാൽ മതി. അല്ല, UDFന്റെ സ്വപ്നമാണ് ശ്രീ PM നിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നം അദ്ദേഹം പറയട്ടെ. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഉണ്ടായ മാറ്റം ജനങ്ങൾക്കറിയാവുന്നതാണ്. അതിനു മുമ്പെയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോയിട്ട് ഇപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ അന്നത്തെ നിങ്ങളുടെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരൻ പറഞ്ഞത് ഇവിടെ കടുംവട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ VD സതീശന് തന്നെ പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ തീവെട്ടി കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഞാൻ ശ്രീ നിയാസ് ഒരു കാര്യം ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കേരളം ഉണ്ടായിരുന്നു. ആ കേരളത്തിലെ ഓരോ മേഖലയും തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ മേഖല, പരീക്ഷയില്ല, പുസ്തകമില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു ജനങ്ങളുടെ മുന്നിൽ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും, ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല. കേരളത്തിന്റെ എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കി കേരളത്തെ എത്രയോ വർഷം പുറകോട്ട് നയിച്ച ഒരു കാലം. ആ കാലം കഴിഞ്ഞ് അതിനെയെല്ലാം മെച്ചപ്പെടുത്തി കേരളത്തിനെ എത്ര രീതിയിൽ ഞെക്കി ഞെരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് രാജ്യത്ത് ഏത് അളവുകോലെടുത്താലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഇതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനല്ലേ? ക്രമസമാധാനത്തിൽ, ഭരണനിർവഹണത്തിൽ, ഏത് അളവുകോൽ വെച്ച് കേന്ദ്ര സർക്കാർ പരിശോധിക്കുമ്പോഴും 1-ാം സ്ഥാനം കേരളത്തിനാണ്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചേലക്കരയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. സമയമില്ലാത്തോണ്ടാണ്. സജീഷ് വേഗം പൂർത്തിയാക്കൂ. അത് നിങ്ങൾക്ക് തോന്നുന്നല്ലേ? നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ വട്ടിയൂർക്കാവ് ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, 3-ാം സ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇങ്ങനെ ലോക്സഭയ്ക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് നന്നായി ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളീയ രാഷ്ട്രീയത്തെ പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. വയനാട് പോലും നിങ്ങൾക്ക് വൻതോതിൽ ഇടിവ് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അതുൾപ്പെടെ നാളെ അറിയാം. ഇപ്പോഴെന്തിനാണ് നമ്മൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നാളെ നമുക്കറിയാമല്ലോ. ശരി, പോളിംഗ് ശതമാനത്തിലെ കുറവ് വയനാട്ടിൽ മാത്രം UDFനെ ബാധിക്കുമെന്നുള്ളതാണ്. പോളിംഗ് ശതമാനം എല്ലായിടത്തും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. വി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ പാലക്കാടിനപ്പുറം BJPക്ക് പ്രതീക്ഷകളുണ്ടോ? തീർച്ചയായും സ്മൃതി, തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര നിയോജകമണ്ഡലമുള്ളത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അതിലേറെ വളക്കൂറുള്ള BJPക്ക് വളക്കൂറുള്ള ചേലക്കരയിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 36,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ 7,000-ഓളം വോട്ട് ചേർത്തിട്ടുണ്ട്. 1,200-ലധികം പേർ അവിടെ പാർട്ടി മാറി വന്നിട്ടുണ്ട്. 43,000
ഒരു 50,000 കടന്നാൽ ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കും. വളരെ വലിയ പ്രചരണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ കൺവെൻഷനിൽ തന്നെ 3500 പേരാണ് പങ്കെടുത്തത്. വളരെ 6 മാസം മുമ്പ് തന്നെ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ അടിസ്ഥാനപരമായി ബൂത്തുകളിൽ വർക്ക് ചെയ്ത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ ഒരു അട്ടിമറി വിജയം NDAയുടെ സ്ഥാനാർത്ഥി ചേലക്കരയുടെ ബാലറ്റ് നേടിയാൽ നിങ്ങളൊരു അത്ഭുതപ്പെടേണ്ട. അതിനനുസൃതമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ചലനം സൃഷ്ടിക്കുമെന്നുള്ള അവകാശവാദമുണ്ടോ ശ്രീ ഉണ്ണികൃഷ്ണൻ? 400ഓളം സങ്കേതങ്ങളുണ്ട് അവിടെ. സാധാരണ അത് LDFന് പോരുന്ന വോട്ടാണ്. ഞാൻ പറയാം അല്ലല്ല 400 അല്ല, 400-ലധികം സങ്കേതങ്ങളുണ്ട്. 500-ലധികം SC ST കോളനികളുണ്ട്. അവിടെ ഉണ്ട്. അവിടെ കുടിവെള്ളമില്ല, വീടുകളില്ല. ഇവിടെ എല്ലാം തന്നെ ശക്തമായ സ്വാധീനം ഞങ്ങൾ കടന്നു കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് വലിയ രീതിയിൽ വോട്ടുകൾ ഉണ്ടാവും. ആദിവാസി മൂപ്പന്മാർ വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. കോളനികളിൽ മാത്രമല്ല, സാധാരണ ജനങ്ങൾ തിരുവല്ലാമലയിലും അതുപോലെ തന്നെ പഴയന്നൂർ അടക്കമുള്ള 9 പഞ്ചായത്തുകൾ വളരെ വലിയ മുന്നേറ്റം നടത്തി. ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ അലയൊലി, തൃശ്ശൂരിലുണ്ടാക്കിയ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനത്തിൻ്റെ അലയൊലിയിൽ ചേലക്കര മുഴങ്ങിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ചേലക്കരയിൽ അട്ടിമറി വിജയം നേടിയാൽ പോലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതിനനുസൃതമായ പ്രവർത്തനം ഞങ്ങളവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള, അതുപോലെ തന്നെ വികസന മുരടിപ്പിനെതിരെയുള്ള, കോൺഗ്രസിൻ്റെ നേരത്തെ MP ആയിരുന്ന അവർ മണ്ഡലത്തിനോട് ഒന്നും ചെയ്യാത്ത സാഹചര്യം. ഒരു മാറ്റം ചേലക്കരയിൽ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ മാറാമെങ്കിൽ എന്തുകൊണ്ട് ചേലക്കര മാറിക്കൂടാ എന്ന് ചേലക്കരയിലെ ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയായിരുന്നു അവിടെ വളരെ വലിയ അലയൊലി ഉണ്ടായിരുന്നത്. വളരെ വലിയ രീതിയിൽ ഞങ്ങളുടെ സ്വാധീനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ 95% വോട്ടുകൾ ഞങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അൻവർ എഫക്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് പ്രശ്നമാവുക, അൻവറിന്റെ സ്ഥാനാർത്ഥി നിങ്ങൾക്കാണ് കുഴപ്പം സൃഷ്ടിക്കുക എന്നൊരു വിലയിരുത്തലുണ്ട്. നോക്കൂ സ്മൃതി, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അൻവർ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് പിണറായി സത്യത്തിനെതിരായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളിൽ LDF ഉണ്ടായിരുന്നു. അല്ല ആയിക്കോട്ടെ LDF-നുണ്ടായിരുന്നു. ആ മേഖലയിലാണ് അദ്ദേഹം, ന്യൂനപക്ഷ മേഖലയിൽ CPM-നാണ് ഞാൻ അവിടെ കണ്ട ഒരു വലിയ സത്യമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ CPM-നുണ്ടായിരുന്നു. ആ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. നാളെ 8 മണിക്ക് ശേഷം നമുക്കറിയാമല്ലോ, സജീഷൊക്കെ മനപ്പായസം ഉണ്ടാവട്ടെ. സജീഷ് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് തങ്ങൾ വടകരയിലും പറഞ്ഞത്, കോഴിക്കോടും പാർലമെന്റിലും അങ്ങ് പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ 1.45 കോഴിക്കോടും 1.5 ലക്ഷത്തോളം വടകരയിൽ ജയിച്ചു. അതുകൊണ്ട് അവിടെ DMK-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയുടെ പ്രചരണം അത് CPM-ലാണ് ബാധിക്കുക. ഞങ്ങൾക്ക് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളിൽ 3-1 മാത്രമേ ഞങ്ങൾക്ക് ബാധകമുള്ളൂ. 3-2 CPM-ന്റെ വോട്ടുകളാണ് അവിടെ വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സജീഷിന്റെ മറുപടി കൂടി ഞങ്ങൾക്ക് ഗുണം ചെയ്യാൻ അത് ഞങ്ങൾക്കാണ് ഏറ്റവും അധികം ഗുണം ചെയ്യുക. ശരി സജീഷ്, മറുപടി ഞങ്ങൾക്കാണ് സജീഷ്. സ്മൃതി, ഒരു കാര്യം സ്മൃതി, ഒരു കാര്യം PM നിയാസ് ഈ അൻവറിന്റെ കാര്യം പറയുമ്പോ അൻവർ ഈ പറഞ്ഞ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഒരു രോമക്കൊത്തിൽ നിന്ന് ഒരാളെ പറിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടി അനുഭാവിയെ പോലും കൂടെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവിടെ മത്സരിപ്പിച്ച KPCC ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളെയാണ് മത്സരിപ്പിച്ചത്. എന്നിട്ട് ഞങ്ങളോടാണോ പറയുന്നത് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നടത്തിക്കൊണ്ടുപോയത്? ഞങ്ങളുടെ ബൂത്തുന്നോ ബ്രാഞ്ചെന്നോ ഞങ്ങളുടെ അദ്ദേഹം പലതും വിളിച്ചു പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ആളാ പോയത്, ഞങ്ങളെ ആളാണോ പോയത്? പിണറായി സത്യത്തിനെതിരായിട്ടാണ്. അല്ല, നിങ്ങളെന്താണ് പറയുന്നത്? കോൺഗ്രസിനെതിരെ പറയാതെ നിങ്ങൾ ഫ്രീ കൊടുത്താണോ സ്ഥാനാർത്ഥിയെ? കേരള ഗവൺമെന്റിനെതിരായിട്ടാണ്. അല്ല, നിങ്ങൾ എന്താ പറയുന്നത്? കോൺഗ്രസിനകത്ത് നിന്ന് നിങ്ങൾ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയിൽ ബൂത്ത് സെക്രട്ടറി അല്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥി. പാർട്ടിക്കെതിരായിട്ടാണ്. ശരി, നമുക്കിനി കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ. എന്താണ് പറയുന്നത്? കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ. കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി ആയിരുന്നോ നിങ്ങളുടെ അൻവറിന്റെ സ്ഥാനാർത്ഥി? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ശരി, കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ. സ്ഥാനാർത്ഥി അൻവറിന്റെ പ്രസക്തി ഈ ഉപതെരഞ്ഞെടുപ്പിന് അപ്പുറമുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. നാളെ കാണുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നാളെ കാണുന്നതിന് മുമ്പ് ഇന്ന് വല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറുപടി അത്രേ ഉള്ളൂ. ശരി നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് PM നിയാസ്, SK സജീഷ്. നാളെ കാണാം. വളരെ നന്ദി V ഉണ്ണികൃഷ്ണൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.